ഹലോ എവ്രി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിളാണ് പ്രൂവ് ചെയ്യുന്നത്. കോംപ്ലക്സ് അനാലിസിസ് GB കോൺവേയുടെ ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത്. ലെറ്റ് എഫ് ബി മിറോമോർഫിക് ഇൻ ജി റീജിയൻ ആണ് വിത്ത് പോൾസ് P1, P2, etc. Pm and zeros Z1, Z2, etc. Zn counted according to multiplicity. If gamma is a closed rectifiable curve in G with gamma homologous to 0 and not passing through P1, P2, etc. Pm, P1, P2, etc. Pm poles ആണ് and Z1, Z2, etc. Zn, Z1, Z2, etc. Zn zeros ആണ്. Then 1 by 2 pi I integral over gamma f dash of z by f of z dz equal to summation n gamma zk minus summation n gamma pj. That means n gamma zk means zk zeros ആണ്. zeros enter ചെയ്തിട്ട് ഗാമ നമ്മുടെ കേർവ് ആണ് എടുത്തിരിക്കുന്ന കേർവ്. സോ ഇത് വൈൻഡിങ് നമ്പർ ആണ്. ആൻഡ് പി ജെ മീൻസ് പോൾസ് ആണ്. സോ ഇത് പോൾസിന് വൈൻഡ് ചെയ്യുന്ന നമ്പറാണ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് സീറോസ് മൈനസ് നമ്പർ ഓഫ് പോൾസ് ഇൻക്ലൂഡിങ് മൾട്ടിപ്ലിസിറ്റി. അതാണ് ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ പറഞ്ഞിരിക്കുന്നത്. ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ മീറോമോർഫിക് ഫംഗ്ഷൻ ആണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. മീറോമോർഫിക് ഫംഗ്ഷൻ മീൻസ് അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. സിംഗുലാരിറ്റി ഉണ്ടെങ്കിൽ പോൾസ് മാത്രമായിരിക്കും സിംഗുലാരിറ്റി വരുന്നത്. ഇപ്പോൾ സിംഗുലാരിറ്റി പോൾസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ മീറോമോർഫിക് ഫംഗ്ഷൻ എന്ന് പറയും. എല്ലാ എൻ്റയർ ഫംഗ്ഷനും മീറോമോർഫിക് ആണ്. സിംഗുലാരിറ്റി ഉണ്ടെങ്കിൽ പോൾസ് മാത്രമായിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഇരിക്കുന്ന എഫ് മീറോമോർഫിക് ഫംഗ്ഷൻ ആണ്. അതിൻ്റെ പോൾസും സീറോസും തന്നിട്ടുണ്ട്. കൗണ്ടിങ് മൾട്ടിപ്ലിസിറ്റി. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ ഓവർ ഗാമ എഫ് ഡാഷ് സെഡ് ബൈ എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നതിൻ്റെ ഇൻറ്റഗ്രലാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഒരു ഫംഗ്ഷൻ, ഒരു മീറോമോർഫിക് ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവുമായിട്ട് ഇൻറ്റഗ്രലിനെ റാഷണൽ ഫോമിലുള്ള ഇൻറ്റഗ്രൽ കാണാനാണ് മെയിനായിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്, പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്കിത് പ്രൂഫ് നോക്കാം. സോ നമുക്ക് തന്നിട്ടുണ്ട് എഫ് എന്ന് പറയുന്നത് മീറോമോർഫിക് ഫംഗ്ഷൻ ആണെന്നുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ സപ്പോസ് ചെയ്യുന്നത് എഫിന് സിംഗുലാരിറ്റി ഇല്ല. അതായത് സപ്പോസ് ദാറ്റ് എഫ് ഓഫ് സെഡ് ഇസ് അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. ആൻഡ് ഇതിന് സീറോ ഉണ്ട്. ഹാസ് സീറോ ഓഫ് ഓർഡർ എം അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു എ. സോ ഇത് നമ്മൾ സപ്പോസ് ചെയ്യുന്ന എഫ് ഓഫ് സെഡ് അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. അല്ല, ഞാൻ പറഞ്ഞു എല്ലാ അനലിറ്റിക് ഫംഗ്ഷൻ, എൻ്റയർ ഫംഗ്ഷനും മീറോമോർഫിക് ആണ്. സിംഗുലാരിറ്റി വരുന്നുണ്ടെങ്കിൽ അത് പോൾസ് ആയിരിക്കും. സോ നമ്മൾ പോൾസ് ഇല്ലാന്നെടുത്തു. സീറോസ് ഓഫ് ഓർഡർ എം അറ്റ് സെഡ് ഈക്വൽ ടു എ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സീറോ ഓഫ് ഓർഡർ എം ഉണ്ടെങ്കിൽ ഇതിന് ദർ ഈസ് എൻ അനലിറ്റിക് ഫംഗ്ഷൻ. അനലിറ്റിക് ഫംഗ്ഷൻ ജി ഓഫ് സെഡ് എക്സിസ്റ്റ് ചെയ്യും വിത്ത് such that f of z equal to z minus a all power m into g of z എന്ന് എഴുതാൻ പറ്റും. g of a not equal to 0 by the property of zeros of analytic function. അതായത് z is equal to a എന്ന് പറയുന്നത് ഓർഡർ m ഉള്ള സീറോ ആണ് f of z ൻ്റെ. അങ്ങനെയാണെങ്കിൽ എഫിനെ നമുക്ക് എപ്പോഴും z മൈനസ് എ ഓൾ പവർ എം ഇൻറ്റു ഒരു അനലിറ്റിക് ഫംഗ്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ജി ഓഫ് സെഡ് എന്ന് എഴുതാൻ പറ്റും. ഇത് ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. കാരണം ജി ഓഫ് എ 0 ആയ സീറോൻ്റെ സെഡ് ഈക്വൽ ടു എ എന്ന് പറയുന്ന സീറോൻ്റെ ഓർഡർ എമ്മിൽ കൂടും. സോ ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആവണം. എഫ് ഓഫ് സെഡ് ഇങ്ങനെ എഴുതാൻ പറ്റും ബൈ ദ പ്രോപ്പർട്ടി സീറോസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടിയാണിത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. എഫ് ഡാഷ് ഓഫ് സെഡ് എന്ത് വരും? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്ത് കഴിഞ്ഞാൽ എം ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ പവർ എം മൈനസ് 1 ഇൻറ്റു ജി ഓഫ് സെഡ് പ്ലസ് ജി ഡാഷ് ഓഫ് സെഡ് ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ പവർ എം എന്ന് വരും. എന്നാൽ നമുക്ക് കാണേണ്ടത് എഫ് ഡാഷ് ഓഫ് സെഡ് ബൈ എഫ് ഓഫ് സെഡിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇതാണ് നമുക്കറിയേണ്ടത്. സോ ഇതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. സോ ഫസ്റ്റ് ടേം എം
z minus a all power m minus 1 into g of z divided by z minus a all power m into g of z plus second term g dash of z z minus a all power m divided by z minus a all power m into g of z ആണ്. So z minus a all power m cancel ആയി, ഇവിടെ g of z cancel ആയി, and z minus a all power m minus 1 cancel ആവും, ഒരു z minus a അവിടെ ഉണ്ടാവും. അപ്പോൾ ബാക്കി നമുക്ക് വരുന്നത് m by z minus a plus g dash z by g of z എന്നാണ്. സോ എഫ് ഡാഷ് സെഡ് ബൈ എഫ് ഓഫ് സെഡ് ഇങ്ങനെ കിട്ടും. സോ ഇവിടെ നമുക്കറിയാം ജി എന്ന് പറയുന്നത്, ജി ഓഫ് സെഡ് എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. ജി ഓഫ് സെഡ് അനലിറ്റിക് ആണെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ജി ഓഫ് സെഡ് അനലിറ്റിക് ആണ്. ജി അനലിറ്റിക് ആണെങ്കിൽ ഒബ്വിയസ്ലി ഇതിൻ്റെ എല്ലാ ഡെറിവേറ്റീവും അനലിറ്റിക് ആയിരിക്കും. അതായത് ജി ഡാഷ് ഓഫ് സെഡും അനലിറ്റിക് ആണ്, ജിയും ജി ഡാഷും അനലിറ്റിക് ആണ്. ആൻഡ് ജി ഓഫ് എ നോൺ സീറോ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഈ ഫംഗ്ഷൻ ജി ഡാഷ് ബൈ ജി ഓഫ് സെഡ് എന്ന് പറയുന്നതിന് ജി ഓഫ് സെഡ് ഡിനോമിനേറ്ററിൽ 0 വരുമ്പോഴാണ് ഈ ഫംഗ്ഷന് സിംഗുലാരിറ്റി വരുന്നത്. സോ ജി ഡാഷ് അനലിറ്റിക് ആണ്, ജി അനലിറ്റിക് ആണ്, ഡിനോമിനേറ്ററിൽ ജി ഓഫ് എ നോൺ സീറോ ആണെന്ന് തന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരുടെയും ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. സോ ജി ഡാഷ് ബൈ ജി ഓഫ് സെഡ് എന്ന് പറയുന്നതും അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. സോ ജി ഡാഷ് ബൈ ജി അനലിറ്റിക് ഫംഗ്ഷൻ ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ബൈ എഫ് എന്ന് പറയുന്നതിന് ഈ കംപ്ലീറ്റ് പോർഷൻ അനലിറ്റിക് ആണ്, ഈ സെക്കൻഡ് പോർഷൻ അനലിറ്റിക് ആണ്. ഇവിടെ വരുന്നത് സെഡ് മൈനസ് എ ആണ് ഇവിടെ പ്രശ്നമുള്ളത്. അതായത് സെഡ് ഇസ് ഈക്വൽ ടു എ ആണ് ഇതിൻ്റെ സിംഗുലാരിറ്റി, എഫ് ഡാഷ് ബൈ എഫിൻ്റെ സിംഗുലാരിറ്റി. ആൻഡ് ആ സിംഗുലാരിറ്റി പോളാണ്. കാരണം പോള് ചെക്ക് ചെയ്യാൻ നമ്മൾ ലിമിറ്റ് എടുത്താൽ മതി. സെഡ് ഇസ് ഈക്വൽ ടു എ ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റി കിട്ടും. സോ അത് പോളാണ്. സെഡ് ഇസ് ഈക്വൽ ടു എ ഈസ് z is equal to a is a pole of f dash of z by f of z എന്ന് പറയും. പോൾ ഓഫ് ഓർഡർ 1 ആണ്, അതായത് സിമ്പിൾ പോളാണ്. സോ z ഈക്വൽ ടു a എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡിൻ്റെ 0 ആണെങ്കിൽ, 0 ഓഫ് ഓർഡർ m ആണെങ്കിൽ എഫ് ഡാഷ് z ബൈ എഫ് ഓഫ് സെഡിന് പോൾ ഓഫ് ഓർഡർ 1 ആണ്, എഫ് ഡാഷ് z ബൈ എഫ് ഓഫ് സെഡിൻ്റെ. സോ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെഡ് ഈക്വൽ ടു എ നമ്മളിപ്പോൾ 0 ആണെന്നാണ് എടുത്തത്. ഇനി നമുക്കത് പോളാണെന്ന് എടുക്കാം. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് സെഡിന് ഹാസ് എ പോൾ ഓഫ് ഓർഡർ എം അറ്റ് സെഡ് ഈക്വൽ ടു എ എന്നെടുത്തു. അപ്പോൾ എഗെയിൻ നമ്മളിപ്പോൾ പറഞ്ഞ സീറോസിൻ്റെ പ്രോപ്പർട്ടി പോലെ തന്നെ എഗെയിൻ നമുക്ക് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ, there exists an analytic function g of z with a g of a not equal to 0 such that നമുക്ക് എഫിനെ ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് z is equal to g of z divided by z minus a all power m. അങ്ങനെയാണെങ്കിലാണ് z is equal to a എന്ന് പറയുന്നത് എഫിൻ്റെ പോൾ ഓഫ് ഓർഡർ m ആവുന്നത്. ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇത് ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. ജി ഓഫ് എ 0 ആയിക്കഴിഞ്ഞാൽ പോളിൻ്റെ ഓർഡർ മാറും. സോ ജി ഓഫ് എ 0 ആവാൻ പാടില്ല. ഡിനോമിനേറ്ററിലാണ് എ 0 ആവുന്നത് എം ടൈംസ്. സോ പോൾ ഓഫ് ഓർഡർ എം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് സെഡിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി അഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡെറിവേറ്റീവ് എടുക്കാം. എഫ് ഡാഷ് ഓഫ് സെഡ് എടുത്തിട്ട് എഫ് ഡാഷ് ബൈ എഫ് എന്ത് വരുമെന്ന് നോക്കാം. സോ എഫ് ഓഫ് സെഡ് നമ്മൾ എടുത്തത് f of z is equal to g of z divided by z minus a all power m എന്നാണ്. So f dash of z is equal to z minus a all power m into g dash of z minus g of z into m into z minus a all power m minus 1 divided by z minus a all power m square, that means 2m. Now f dash of z by f of z എന്താണെന്ന് നോക്കാം. So z minus a all power m g dash of z divided by z minus a all power 2m. This one divide ചെയ്യണം, f dash of z, sorry f of z divide ചെയ്യണം,
സോ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇങ്ങനെ എടുക്കാം, ജി ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ ഓൾ പവർ എം ആണ്, മൈനസ് ജി ഓഫ് സെഡ് ബൈ ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ പവർ എം മൈനസ് 1 എം ഉണ്ട്, ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ ഓൾ പവർ 2m all divided by g of z by z minus a all power m. So ഒരു m പോയി. ആൻഡ് നെക്സ്റ്റ് ഇവിടെ g of z ക്യാൻസലായി. ബാക്കി വരുന്നത് ഇവിടെ z മൈനസ് എ ഓൾ പവർ m ഉണ്ട്, മുകളിൽ z മൈനസ് എ ഓൾ പവർ m മൈനസ് 1 ഉണ്ട്. സോ m മൈനസ് 1 പോയി. അപ്പോൾ ഇവിടെ z മൈനസ് എ റിമൈനിങ് ആണ്. ഇവിടെ വരുന്നത് z മൈനസ് എ ഓൾ പവർ m, ഇതും ക്യാൻസലാവും. സോ അത് ക്യാൻസലായി. നമുക്കിനി റിമൈനിങ് വരുന്നത് g ഡാഷ് ഓഫ് z ബൈ g ഓഫ് z മൈനസ് m ബൈ z മൈനസ് എ. നേരത്തെ കിട്ടിയ അതേ ടേം തന്നെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജി അനലിറ്റിക് ഫംഗ്ഷൻ ആണ്, ജി ഡാഷ് അനലിറ്റിക് ആയിരിക്കും, ജി ഓഫ് എ നോൺ സീറോ ആണ്. അതുകൊണ്ട് തന്നെ സെഡ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എഫ് ഡാഷ് സെഡ് ബൈ എഫ് ഓഫ് സെഡിൻ്റെ സിമ്പിൾ പോളായിരിക്കും. സോ നമുക്ക് എന്താ കിട്ടിയത്? സെഡ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് സീറോ ആണെങ്കിലും എഫിൻ്റെ സീറോ ആണെങ്കിലും എഫിന് പോളാണെങ്കിലും എഫ് ഡാഷ് സെഡ് ബൈ എഫ് ഓഫ് സെഡിന് സിമ്പിൾ സീറോ ആയിട്ടാണ് കിട്ടുന്നത്. So each zero and each pole of f of z contributes to a simple pole of f dash z by f of z. So each zero and each pole of f of z contributes a simple pole of f dash z by f of z. So f dash z by f of z ന് സിമ്പിൾ പോൾ ആയിട്ടാണ് കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് എഫ് ഓഫ് സെഡിന് z1 എന്ന് പറയുന്ന സീറോയും p1 എന്ന് പറയുന്ന പോളും ഉണ്ടെന്ന് എടുത്തു. എഫ് ഓഫ് സെഡ് z1 ആസ് സീറോ, p1 ആസ് പോൾ. സോ നമുക്ക് എഫ് ഓഫ് സെഡിനെ ഇങ്ങനെ എഴുതാം, z മൈനസ് z1 സീറോ ആണ്, z മൈനസ് z1 ഡിവൈഡഡ് ബൈ z മൈനസ് p1 പോളാണ്, ഇൻറ്റു ഒരു അനലിറ്റിക് ഫംഗ്ഷൻ g ഓഫ് z. അഗൈൻ ദർ ഇസ് എൻ അനലിറ്റിക് ഫംഗ്ഷൻ g ഓഫ് z മൈനസ് z1 ബൈ z മൈനസ് p1 ഇൻറ്റു g ഓഫ് z എന്ന് എഴുതാൻ പറ്റും നമുക്ക് എഫിന്. അപ്പോൾ ഇവിടെ നമുക്ക് g ഓഫ് zന് z1 സീറോ ആവാൻ പാടില്ല, g ഓഫ് z1 നോട്ട് ഈക്വൽ ടു സീറോ ആണ്. അങ്ങനെയാണ് z1 എന്ന് പറയുന്നത് g ഓഫ് z1ഉം സീറോ ആയി കഴിഞ്ഞാൽ z1 സീറോ ഓഫ് ഓർഡർ 2 ആവും. നമ്മൾ സിമ്പിളായിട്ട് എടുത്ത് സിമ്പിൾ സീറോ p1 പോള്. സോ g ഓഫ് z1 നോട്ട് ഈക്വൽ ടു സീറോ ആണ്. g എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. ഇനി നമ്മൾ എഫ് ഡാഷ് സെഡ് ബൈ എഫ് ഓഫ് സെഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡാഷ് സെഡ് എന്ത് വരും? സെഡ് മൈനസ് p1 ഇൻറ്റു മുകളിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് z മൈനസ് z1 ഇൻറ്റു ജി ഡാഷ് ഓഫ് z പ്ലസ് ജി ഓഫ് z ഇൻറ്റു 1 മൈനസ് z മൈനസ് z1 ഇൻറ്റു ജി ഓഫ് z ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, ഡിവൈഡഡ് ബൈ z മൈനസ് p1 ഓൾ സ്ക്വയർ. ഇത് നമ്മൾ എഫ് ഡാഷ് z നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം. z മൈനസ് p1 ഇൻറ്റു z മൈനസ് z1, ഒരു z മൈനസ് p1 ക്യാൻസൽ ആവും. സോ ഇത് z മൈനസ് z1 ഇൻറ്റു ജി ഡാഷ് ഓഫ് z ഡിവൈഡഡ് ബൈ z മൈനസ് p1 പ്ലസ് ജി ഓഫ് z ഡിവൈഡഡ് ബൈ z മൈനസ് p1 മൈനസ് z മൈനസ് z1 ഡിവൈഡഡ് ബൈ z മൈനസ് p1 ഇൻറ്റു ജി ഓഫ് z. ഇതാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുക. z മൈനസ് p1 സ്ക്വയർ ഉണ്ട് ഡിനോമിനേറ്ററിൽ, സോ ഓരോന്ന് വെച്ച് ക്യാൻസൽ ആവും. സോ ഇങ്ങനെ കിട്ടും. ഇവിടെ സ്ക്വയർ ഉണ്ടാവും, z മൈനസ് p1 ഓൾ സ്ക്വയർ. സെക്കൻഡ് ടേമിൽ z മൈനസ് p1 ഇവിടെ ഇല്ല, ഇത് ഇതിൻ്റെ മാത്രമാണ്. സോ ഇവിടെ സ്ക്വയർ ഉണ്ടാവും.
ഇനി നമുക്ക് എഫ് ഡാഷ് ഇസഡ് ബൈ എഫ് ഓഫ് ഇസഡ് എന്താ വരിക നോക്കാം. നമുക്ക് എഫ് ഡാഷ് ഇസഡ് കിട്ടിയത് z മൈനസ് z1 ബൈ z മൈനസ് p1 ഇൻറ്റു g ഡാഷ് ഓഫ് z പ്ലസ് g ഓഫ് z ബൈ z മൈനസ് p1 മൈനസ് z മൈനസ് z1 ഡിവൈഡഡ് ബൈ z മൈനസ് p1 ഓൾ സ്ക്വയർ ഇൻറ്റു g ഓഫ് z. ഇനി നമുക്ക് എഫ് ഡാഷ് ഓഫ് z ഡിവൈഡഡ് ബൈ എഫ് ഓഫ് z എന്ത് വരും നോക്കാം. സോ എഫ് ഓഫ് z ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് z മൈനസ് p1 ടേം ഒക്കെ ക്യാൻസലാവും, z മൈനസ് z1 ക്യാൻസലായി, ബാക്കി g ഡാഷ് ഓഫ് z ബൈ g ഓഫ് z എന്ന് വരും. പ്ലസ് ഇവിടെ g ഓഫ് zഉം z മൈനസ് p1 ക്യാൻസലാവും, അവിടെ ഒരു z മൈനസ് z1 ഉണ്ട്, മൈനസ് 1 ബൈ z മൈനസ് p1 എന്നും കിട്ടും. സോ ഇങ്ങനെയാണ് നമുക്ക് എഫ് ഡാഷ് z ബൈ എഫ് ഓഫ് z വരുന്നത്. ഇനി നമ്മൾ ഇവിടെ എന്താ കിട്ടിയത്, ജിയും ജി ഡാഷും ഒക്കെ അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. ഇവിടെ z1 സീറോയും p1 പോളുമാണ്. സോ z1 ഒരു പോള് കിട്ടും എഫ് ഡാഷ് z ബൈ എഫ് ഓഫ് zന്, p1 വേറൊരു പോളായിട്ടും കിട്ടുന്നുണ്ട്. സോ ഇതിൻ്റെ സിംഗുലാരിറ്റി z1ഉം p1ഉം സിംഗുലാരിറ്റി ആയിട്ട് കിട്ടും എഫ് ഡാഷ് z ബൈ എഫ് ഓഫ് zന്. ഇനി നമ്മൾ രണ്ട് സീറോയും രണ്ട് പോളും എടുക്കാം. ഇതേ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സീറോ എഫ് ഓഫ് z ഹാസ് z1 z2 എക്സെട്ര zn സീറോസ് ആൻഡ് p1 p2 എക്സെട്ര pm പോൾസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതേ റിപ്പീറ്റഡ് ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഡാഷ് ഓഫ് z ബൈ എഫ് ഓഫ് z എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ഇത് തന്നെ കിട്ടും, g ഡാഷ് z ബൈ g ഓഫ് z പ്ലസ് 1 ബൈ z മൈനസ് z1 പ്ലസ് 1 ബൈ z മൈനസ് z2 പ്ലസ് എക്സെട്ര 1 ബൈ z മൈനസ് zn മൈനസ് 1 ബൈ z മൈനസ് p1 മൈനസ് 1 ബൈ z മൈനസ് p2 എക്സെട്ര മൈനസ് 1 ബൈ z മൈനസ് pm എന്ന് കിട്ടും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് എഫ് ഡാഷ് ബൈ എഫ് കിട്ടുന്നത്. സോ ഇനി നമുക്ക് ഇൻ്റഗ്രൽ കൊടുക്കാം. 1 ബൈ 2 പൈ ഐ ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഡാഷ് ഓഫ് z ബൈ എഫ് ഓഫ് z എന്ത് വരും, dz is equal to 1 by 2 pi I integral over gamma g dash of z by g of z dz plus 1 by 2 pi I integral over gamma 1 by z minus z1. ഇവിടെ നമുക്ക് 1 by z minus z1 1 by z minus z2 etc. ഉണ്ട്. സോ നമുക്ക് സമ്മേഷൻ കൊടുക്കാം. സമ്മേഷൻ k equal to 1 to n z minus zk dz minus 1 by 2 pi I integral over gamma summation z minus summation over k equal to 1 to m 1 by z minus pm എന്ന് കിട്ടും dz 1 by z minus pm dz എന്ന് കിട്ടും. സോറി pk k അല്ലേ കൊടുത്തത് pk dz എന്ന് കിട്ടും. 1 by 2 pi I integral over gamma g dash by g of z dz. നമുക്കറിയാം g dash by g of z അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. നേരത്തെ പറഞ്ഞു ഇത് അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. സോ അനലിറ്റിക് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് കർവ് എപ്പോഴും 0 ആണ് ബൈ കോഷീസ് തിയറം. സോ ഇത് 0 ആണ്. പ്ലസ് നെക്സ്റ്റ് ടേമിൽ സമ്മേഷൻ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. k ഈക്വൽ ടു 1 to n 1 by 2 pi I 1 by 2 pi I integral over gamma 1 by z minus zk dz. ഇതെന്താണ് 1 by z minus zk dz എന്ന് പറയുന്നത് ഇത് വൈൻഡിങ് നമ്പറാണ്. 1 by 2 pi I ബൈ ഡെഫിനിഷൻ ഇത് വൈൻഡിങ് നമ്പറാണ് ZKയുടെ. ZKനെ ഗാമ എത്ര വൈൻഡ് ചെയ്യുന്നുള്ള നമ്പറാണിത്. സോ ഇത് n ഗാമ ZK ആണ്. n ഗാമ ZK ആൻഡ് ഇത് n ഗാമ PK ആണ്. സോ നമുക്കിതിനെ എഴുതാം 1 by 2 pi I വേണ്ട 1 by 2 pi I ഇതിനകത്ത് വരും ഡെഫിനിഷനിൽ
സോ 1/2 പൈ ഇൻ്റഗ്രൽ 1/z മൈനസ് ZK എന്ന് പറയുന്നത് n ഗാമ ZK ആണ്, മൈനസ് സമ്മേഷൻ k ഈക്വൽ ടു 1 to m n ഗാമ PK എന്ന് കിട്ടും. സോ ഇതാണ് നമുക്ക് പറഞ്ഞത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സമ്മേഷൻ n ഗാമ ZK മൈനസ് സമ്മേഷൻ n ഗാമ PK എന്ന് കിട്ടും. ഇൻ്റഗ്രൽ ഓഫ് f'/f ഇൻറ്റു 1/2 പൈ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ കിട്ടിയതിൽ കൊടുത്തു കഴിഞ്ഞാലും ഈ ഇൻ്റഗ്രൽ ഡയറക്റ്റ് ഇൻ്റഗ്രൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ ടേം തന്നെ കിട്ടുക. അവിടെ നമുക്ക് പോൾസ്, ഒന്നാമത് നമ്മൾ പോൾസ് എടുത്തിട്ടില്ല, സോ ഈ ഒരു ടേം വരും. രണ്ടാമത് നമ്മൾ 0 ഇല്ല എന്നെടുത്തു, സോ സെക്കൻഡ് ടേം വരും. അപ്പോൾ നമ്മൾ രണ്ടും ഉണ്ടാകുന്ന കേസ് എടുത്തു. ജനറലായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ അതാണ് ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിളിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളിതെങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കും. അതായത് നമ്മളോട് പറഞ്ഞത് ഇൻ്റഗ്രൽ ഓഫ് f'(z/f(z) ഫോമിലുള്ള f ഒരു മീറോമോർഫിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ആണ് പറഞ്ഞത് സീറോസും മൈനസ് പോൾസ് ആണ് വരുന്നത്. ശരിക്കും ഇങ്ങനെയാണ് വരിക, നമ്പർ ഓഫ് സീറോസ് മൈനസ് നമ്പർ ഓഫ് പോൾസ്. എത്ര സീറോസ് ഇൻസൈഡ് ഗാമയുണ്ട്, എത്ര പോൾസ് ഇൻസൈഡ് ഗാമയുണ്ട്. എഫിന് എത്ര പോൾസ്, എത്ര സീറോസ് ഇൻസൈഡ് ഗാമയുണ്ട്, അതാണ് n ഗാമ ZK. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് സീറോസ് മൈനസ് നമ്പർ ഓഫ് പോൾസ് എന്നാണ് വരുന്നത്. അപ്പോൾ കൗണ്ടിങ് മൾട്ടിപ്ലിസിറ്റി. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓവർ സം mod z is equal to 2 or 4 tan z dz. സോ ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോമുലയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല യൂസ് ചെയ്യുന്നത് f(z/z - a all power m) ഈ ഒരു ഫോമുല വരുമ്പോഴാണ്. ഇത് ഇൻ്റഗ്രൽ ഓവർ ഗാമ tan z dz എന്നെടുത്തു. ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ mod z ഈക്വൽ ടു 4 tan z-നെ നമുക്ക് sin z/cos z ഫോമിൽ എഴുതാമല്ലോ. ആൻഡ് cos z-ൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലുള്ളത്. നമുക്ക് വേണ്ടത് താഴെയുള്ളതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ കിട്ടേണ്ടത്. cos z-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് sin z ആണ്. സോ നമുക്കിവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കാം, പുറത്തൊരു മൈനസ് ഇട്ട് കൊടുക്കാം. സോ cos z-ൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലുള്ളത് മൈനസ് sin z. സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കൊരു മൈനസ് പുറത്തുണ്ട്, മൈനസ് ഇതിൻ്റെ വാല്യൂ ഞാൻ 1/2 പൈ ഇങ്ങോട്ടേക്ക് എടുത്താൽ 2 പൈ ഇൻറ്റു നമ്പർ ഓഫ് സീറോസ് ഓഫ് കോസ് z. ശ്രദ്ധിക്കണം, എഫിൻ്റെ കാര്യം മാത്രമേ നമ്മൾ നോക്കണ്ടൂ, f' കാര്യം ശ്രദ്ധിക്കണ്ട. കോസ് z മൈനസ് നമ്പർ ഓഫ് പോൾസ് ഓഫ് കോസ് z ഇൻസൈഡ് mod z ഈക്വൽ ടു 4 ഈ ഗാമക്ക് അകത്തുള്ളത്. സോ ഇൻക്ലൂഡിങ് വൈൻഡിങ് നമ്പറാണ് ഇത് പറയുന്നത്. സോ നമ്പർ ഓഫ് സീറോസ് ഓഫ് കോസ് z mod z ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ സർക്കിൾ വിത്ത് സെൻറ്റർ 0 4 റേഡിയസിൽ. സോ ഇതിനകത്ത് കോസ് z-ന് എത്ര സീറോസ് ഉണ്ട്, എത്ര പോൾസ് ഉണ്ട്. നമുക്കറിയാം കോസ് z അനലിറ്റിക് ഫംഗ്ഷൻ ആണ്, പോൾസ് ഇല്ല, സിംഗുലാരിറ്റി ഇല്ല. കോസ് z അനലിറ്റിക് ഫംഗ്ഷൻ ആണ്, സിംഗുലാരിറ്റി ഇല്ല. സോ നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് 0 ആണ് ഇൻസൈഡ് ഗാമ. എവിടെ എടുത്താലും 0 ആണ്, കാരണം കോസ് z എൻറ്റയർ ഫംഗ്ഷൻ ആണ്, എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ അനലിറ്റിക് ആണ്. ഇനി ഇതിനകത്ത് എത്ര 0 ഉണ്ടെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. കോസ് z-ന് നമുക്കറിയാം കോസ് z-ൻ്റെ സീറോസ് എന്തൊക്കെയാണ്. കോസ് z-ൻ്റെ സീറോസ് എന്ന് പറയുന്നത് 2n + 1 π/2 ഫോമുല ഉണ്ടാകും. അതായത് π/2 മൈനസ് π/2 3π/2 മൈനസ് 3π/2 5π/2 മൈനസ് 5π/2 ഈ ഫോമിലാണ് കോസ് z-ൻ്റെ സീറോസ് വരുന്നത്. അതിൽ ഇൻസൈഡ് mod z ഈക്വൽ ടു 4-ൽ ആരൊക്കെ ഉണ്ടെന്നാണ് നോക്കേണ്ടത്. അതാണ് ഇവിടെ വരുന്നത്. അത്രയും നമ്പേഴ്സാണ് നമ്പർ ഓഫ് സീറോസ് ഓഫ് കോസ് z എന്ന് വരുന്നത്. ഒരു തവണയും ഇത് വൈൻഡ് ചെയ്യും. വൈൻഡിങ് നമ്പർ mod z ഈക്വൽ ടു 4 ആണ്, ഒരു തവണയും വൈൻഡ് ചെയ്യുന്നുള്ളൂ. സോ നമ്പർ എത്രയുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ π/2 എന്ന് പറയുന്നത് ഇൻസൈഡ് ആയിരിക്കും. പൈ 3.14 ആണ്. സോ π/2 ഇൻസൈഡ് ഉണ്ടാവും, മൈനസ് π/2 ഇൻസൈഡ് ഉണ്ടാവും, 3π/2 അതുപോലെ തന്നെ മൈനസ് 3π/2, പിന്നെ വരുന്നത് 5π/2. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ
മൈനസ് 2πi ഇൻറ്റു പോൾസ് ഇല്ല, പോൾസ് 0 ആണ്. നമ്പർ ഓഫ് സീറോസ് എടുത്തു കഴിഞ്ഞാൽ π/2 മൈനസ് π/2 മാത്രമല്ലേ ഉള്ളൂ. 3π π/2 എന്ന് പറയുന്നത് 1.5 സംതിങ് ആവും. 3π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ൽ കൂടും, മൈനസ് 3π/2 മൈനസ് 4ൽ പോവും. സോ ഇൻസൈഡ് മോഡ് z ഈക്വൽ ടു 4ൽ നമുക്കിവിടെ സീറോസ് വരുന്നത് 2 പേര് മാത്രമേ ഉള്ളൂ. മൈനസ് 4πi എന്ന് ആൻസർ കിട്ടും. ഓക്കെ, സെയിം വേ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ കോട്ട് സെഡ് dz ചെയ്യാം. സർക്കിൾ ഏത് വേണമെങ്കിലും നമുക്ക് ഗാമ കേർവായിട്ട് ചൂസ് ചെയ്യാം. കോട്ട് സെഡ് നമുക്ക് കോസ് സെഡ് ബൈ സൈൻ സെഡ് ആണ്. ഇവിടെ സൈൻ സെഡിൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ് സെഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് സൈൻ സെഡിന് ഈ എടുത്തിരിക്കുന്ന ഗാമക്കകത്ത് എത്ര സീറോസ് ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ എഫ് ഡാഷ് ഓഫ് സെഡ്, ഇതാണ് നമ്മൾ എഫ് ഓഫ് സെഡ്. ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ നമ്മൾ എഫ് ഓഫ് സെഡിൻ്റെ കാര്യം മാത്രമേ നോക്കണ്ടൂ. സോ സൈൻ സെഡ് ആണ് എഫ് ഓഫ് സെഡ്. ഇതിന് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഗാമക്കകത്ത് എത്ര സീറോസ് ഉണ്ട്. പോൾസ് നമുക്കറിയാം, സൈനും കോസും ഒക്കെ എൻ്റയർ ഫംഗ്ഷനാണ്. സൈൻ സെഡിന് പോളില്ല. സോ സെക്കൻഡ് പോർഷൻ 0 ആയിട്ട് കിട്ടും. എത്ര സീറോസ് ഉണ്ട് ഇൻസൈഡ് എന്ന് നോക്കുക, ഇൻസൈഡ് ഗാമ. സോ അത് വൈൻഡിങ് നമ്പർ ഇൻക്ലൂഡിങ് എടുത്ത് നോക്കുക. വൈൻഡിങ് നമ്പറൊക്കെ നമ്മൾ എടുക്കുന്ന ഗാമനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ സൈൻ സെഡിൻ്റെ സീറോസ്, നമ്പർ ഓഫ് സീറോസ് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്താൽ മതി. അതായിരിക്കും ഇൻറ്റു 2πi, അതായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ ഇൻ്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി, ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.